വയനാട്ടിൽ പുനരധിവാസം വൈകുന്നതിനെതിരായ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരും പോലീസുമായി ഉന്തും തള്ളും. മുണ്ടക്കൈ ചൂരൽമല നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉരുൾപൊട്ടൽ സ്ഥലത്ത് കുടിൽ കെട്ടി സമരം നടത്താനെത്തിയ ഇവരെ പോലീസ് തടഞ്ഞതോടെയാണ് ബലപ്രയോഗത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധമുയർന്നതോടെ രാവിലെ പുനരധിവാസത്തിന് അർഹരായവരുടെ രണ്ടാം ഘട്ട കരട് പട്ടിക സർക്കാർ പുറത്തിറക്കിയിരുന്നു. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, ഈ ദുരന്തമുണ്ടായ ഭൂമിയിലാണ് ഇപ്പോൾ അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഉയർത്തുന്നത്. അവിടെ പോലീസും അവിടെ ദുരന്തബാധിതരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് നേരത്തെ രാവിലെ തന്നെ ഇവർ ഈ പ്രതിഷേധവുമായി ഈ ചൂരൽമല പ്രദേശത്ത് എത്തിയിരുന്നു. പക്ഷേ ഈ ബെയിലി പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ പോലീസ് ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ബെയിലി പാലത്തിന്റെ അടുത്തേക്ക് കൂടുതൽ ആളുകളെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ആ ബെയിലി പാലത്തിന്റെ അവിടെ ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ നാട്ടുകാരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ആളുകളോട് ഇവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ബെയിലി പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങൾ സമരം ചെയ്തോളൂ, അതിനപ്പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിബന്ധന പോലീസ് വെക്കുകയും ഇത് കഴിയില്ല, തങ്ങളുടെ സ്ഥലമാണ്, തങ്ങൾക്ക് അവിടേക്ക് പോയേ തീരുവേ എന്നുള്ളത് ഈ പ്രദേശവാസികൾ പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് നേരിയ തോതിൽ ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ആ ബെയിലി പാലത്തിന്റെ ഇപ്പുറത്ത് തന്നെ ആ സമരം ചെയ്യാൻ ഈ സമരപ്രവർത്തകർ അല്ലെങ്കിൽ ഇത്തരം നാട്ടുകാർ തയ്യാറാവുകയായിരുന്നു. തുടർന്ന് ഇവർ ഇപ്പോൾ സമരം ചെയ്യുകയാണ്. അത്തരത്തിൽ കഞ്ഞി വെച്ചുകൊണ്ടൊക്കെ തന്നെ സമരം ചെയ്യുകയാണ്. ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് പുനരധിവാസം വേഗത്തിലാക്കണം. മാത്രമല്ല ഈ പൂർണ്ണമായി നഷ്ടപ്പെട്ട വീടുകൾ മാത്രമാണ് ഇപ്പോൾ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവയല്ല വേണ്ടത്. അവയല്ലാതെ പൂർണ്ണമായി നഷ്ടപ്പെടാത്ത വീടുകൾ അടക്കം ഇവിടെയുണ്ട്. അതായത് ഈ ഗോ നോ സോൺ പട്ടികയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതായത് ഈ പൂർണ്ണമായും നശിച്ചിട്ടില്ല, പക്ഷെ ആ സ്ഥലങ്ങളിൽ വാസയോഗ്യമല്ല, അങ്ങനെയുള്ള വീടുകളുണ്ട്. ആ കുടുംബങ്ങളെ അടക്കം ഇത്തരത്തിൽ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ കരട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഇവർ ഇറങ്ങിച്ചെല്ലുന്നത്. ആ സമയത്താണ് സർക്കാർ അത്തരത്തിലുള്ള ഒരു പട്ടിക, ഈ ഒരു സമരത്തെ തുടർന്നാണ് ഈ ഒരു പട്ടിക പുറത്തുവിട്ടത്, അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ തുടർന്നാണ് പട്ടിക പുറത്തുവിട്ടത്. അതിൽ 81 കുടുംബങ്ങളാണ് ഈ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവരെല്ലാം ഗോ നോ സോൺ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവിടെ പുനരധിവസിപ്പിക്കാൻ കഴിയില്ല, അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ ഒരു സ്ഥലത്തുള്ള വീടുകളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടുംബങ്ങളെയാണ് ഇപ്പോഴുള്ള കരട് പട്ടികയിൽ ആ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ പട്ടിക പുറത്തുവിട്ടിരുന്നു. അതായത് ഈ പട്ടിക പുറത്തുവിട്ടത് പ്രകാരം പലരും അനർഹരായിട്ടുള്ള പലരും ഇതിൽ കയറിക്കൂടുകയും അർഹരായിട്ടുള്ള പലരെയും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല പട്ടികയിൽ അംഗീക വലിയ രീതിയിലുള്ള ഒരു പിഴവുകൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അതായത് ഒരാളുടെ തന്നെ പേരുകൾ വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ എന്തിനാൽ തന്നെയും ഈ ഗോ നോ സോൺ പ്രദേശത്ത് ഉൾപ്പെടുന്ന കുടുംബങ്ങളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഇനി ഇവരുടെ സമരം ഉണ്ടാവുക, അല്ലെങ്കിൽ സമരം പിൻവലിക്കുമോ എന്നുള്ളതടക്കം നോക്കിക്കാണേണ്ടതുണ്ട്. അതെ, വയനാട് ദുരന്ത മേഖലയിലാണ് ദുരന്തബാധിതരുടെ അല്ലെങ്കിൽ അർഹരായവരുടെ പട്ടിക സർക്കാർ പുറത്തിറക്കുമ്പോൾ ഇത് അനർഹമായ പട്ടികയാണ് എന്നുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് സ്ഥലവാസികൾ അവിടെ സമരവുമായി രംഗത്ത് വരുന്നത്. അവിടെ സമരം നടത്താൻ വന്നവരെ പോലീസ് തടയുന്നു. അങ്ങനെ പോലീസും ദുരന്തബാധിതരും തമ്മിൽ ചുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉള്ളവരുമായി പോലീസ് ഉന്തും തള്ളും നടത്തുന്നു. ഈ വാർത്തകളാണ് PS അർജുൻ കൈമാറിയത്.